ഞാൻ കൊടുക്കുന്ന ശമ്പളം വാങ്ങിയിട്ട് എന്നെ തന്നെ ഒറ്റിക്കൊടുക്കണം അവളല്ലേ? ചിലപ്പോൾ അവനൊരു CID-ആണെന്ന് അവൾ അറിഞ്ഞു കാണില്ല. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അവളെ ഇനി ആഫീസിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആപത്താണ്. നമ്മുടെ നീക്കങ്ങൾ അപ്പോഴപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ അവൾക്ക് കഴിഞ്ഞേക്കും. അവളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക, അതേ ഉള്ളൂ വഴി. അതേ ഉള്ളൂ വഴി. യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഒരാളെ പിരിച്ചുവിടാനുള്ള കാരണം എന്താണെന്ന് അറിയണമല്ലോ. എന്തൊക്കെ വരട്ട് ന്യായം പറഞ്ഞ് അന്ന് ഞങ്ങളെ അയാൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. സമരം ചെയ്യണോ എന്ന് അന്നേ ഞങ്ങൾ ആലോചിച്ചതാ. പക്ഷെ മറ്റു തൊഴിലാളികളുടെ സപ്പോർട്ടും കിട്ടാനും മാത്രം ഞങ്ങൾക്ക് സർവീസ് ഇല്ലാതായിപ്പോയി. ഇതങ്ങനെയല്ലല്ലോ കേസ്. രാധ കാരണമൊന്നും ചോദിച്ചില്ലേ? വിവരം അറിഞ്ഞപ്പോ തന്നെ ഞാൻ ആകെ അപ്സെറ്റ് ആയിപ്പോയി. ഒന്നും ചോദിക്കാൻ തോന്നിയില്ല. വെറുതെ അല്ല ആളുകൾ നക്സലൈറ്റ് ആയി പോകുന്നത്. ഇതുപോലുള്ള ബൂർഷാസികളുടെ തല വെട്ടുന്നതിന് നക്സലൈറ്റുകൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. ഞാൻ മുന്നോട്ടും ചെയ്യട്ടോ? അയ്യോ വേണ്ട മോനെ, കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട. വേണം, കുഴപ്പം വേണം. എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നതിന് ഒരു കുഴപ്പം വേണം. നിങ്ങൾ ഒരിക്കലും പട്ടിണി കിടക്കില്ല. എന്തായാലും ഞാൻ 4 കാശ് സമ്പാദിക്കുന്നുണ്ടല്ലോ. എനിക്ക് ആ നമ്പ്യാരോട് 2 വാക്ക് ചോദിക്കണം. അതൊന്നും വേണ്ട. പ്ലീസ്, എന്നെ ആരും തടയരുത്. നിങ്ങൾക്കാർക്കും വേണ്ടിയില്ല, എന്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി എനിക്ക് ആ നമ്പ്യാരോട് 2 വാക്ക് ചോദിക്കണം. പ്ലീസ് പ്ലീസ്. നീ എങ്ങോട്ടാ? രാധയെ അയാൾ അവളുടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. എന്തിന്? അത് അയാളോട് അന്വേഷിക്കാൻ പോവാ. അവളുടെ ജോലി പോയപ്പോ നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഞാനൊരുത്തൻ ഇവിടെ തെരുവാധാരായി നടക്കുന്നതിൽ നിനക്ക് ഒരു വിഷമവും ഇല്ല. തൊലിവെളുപ്പുള്ള ഒരു പെണ്ണിനെ കണ്ടപ്പോ ഞാൻ നിനക്ക് ആരും അല്ലാതായി. ആയി. ഞാനിവിടെ ജോലിയില്ലാതെ തെണ്ടിക്കോട്ടെന്നോ? അതെ. നീ അല്ലേലും മനസാക്ഷി ഇല്ലാത്തവനാണ്. ആണ് ദാസാ, ഞാൻ നിന്റെ ഒരു സുഹൃത്തായിരുന്നു. ആയിരുന്നു എന്ന് വെച്ചാ ഇപ്പോഴല്ലേ? അല്ല. ബാഡ് വർക്കേഴ്സ് ബ്ലെയിം ദെയർ ടൂൾസ് എന്ത് എന്ന് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്. അതുകൊണ്ട് സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പഴിചാരുക. കൈയക്ഷരം മോശമായതിന് പേനയെ കുറ്റം പറയുക. മരം വെട്ടറിയാത്തതിന് കോടാലിക്ക് തെറി വിളിക്കുക. ജോലി സ്വന്തമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ശേഷം ഭാഗം സ്ക്രീനിൽ കാണാമെന്നല്ലേ പറഞ്ഞു പോയത്. എന്നിട്ട് എന്തായി? യൂട്യൂബ് ബ്രൂട്ടസ്, നീ എന്നെ തള്ളി പറയാണല്ലേ? എനിക്ക് മടുത്തടാ. ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോവുക. അതിലും എനിക്ക് വലിയ പരാതി ഒന്നുമില്ല. ഇല്ല. സിഗ്നൽസ് എല്ലാം കറക്റ്റ് ആയിരുന്നു സാർ. സിഗ്നൽ കളയടോ. സാധനം പെട്ടിലോണ്ടോ നോക്കിയോ? അതോ ഷഡ്ഡിയാണോ? അയ്യോ അല്ല സാർ, എല്ലാം കറക്റ്റ്. പോലീസിനോ CID-കൾക്കോ ചോമ്പാരി കടപ്പുറം മണത്തു നോക്കാൻ പോലും സാധിച്ചില്ല. സാർ ചായ കൊണ്ടുപോടാ. ചായ കൊണ്ടിറങ്ങേണ്ട നേരം. പെരേര ഷരട്ടൺ ഹോട്ടലിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഫോൺ ചെയ്ത് ഉടനെ ശരി. ഓക്കെ ദെൻ. എല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി രക്ഷയില്ല. നമ്മൾ അവസാനം അടുത്തു. കുഞ്ഞിരാമ സാർ ചായ. പിന്നെയും ചായ ഉണ്ടെന്ന്. ചായക്കല്ലടാ, പുറത്തൊരു CID വന്നിപ്പുണ്ട്. ചോദിച്ചാൽ ഞങ്ങൾ ആരും ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കണം. കൊണ്ടുപോ. വാ. ഇവിടെ ആര്? AN ട്രേഡേഴ്സിന്റെ മുതലാളി. വിളിക്കയാളെ, എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആരും ഇവിടെ ഇല്ലെന്ന് പറയാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ അകത്തുണ്ടെങ്കിലും ഇല്ലെന്ന് പറയാൻ പറഞ്ഞു അല്ലേ? അതല്ല, പിന്നെ പുറത്ത് പോയിരിക്കുകയാണ്. ഞാൻ അകത്തിറന്നിരിക്കട്ടെ. അത് പറ്റില്ലേ എന്ന് പറഞ്ഞ എനിക്ക് അയാളെ കാണണ്ടേ? എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഓ ശരി. അപ്പൊ അകത്തിറന്നിരിക്കാനും പാടില്ല, ഇവിടെ നിൽക്കാനും പാടില്ല. ഓഹോ. ഇവിടെ പുറത്ത് നിൽക്കാൻ ആരുടെ അനുവാദം ഒന്നും വേണ്ടല്ലോ? വേണ്ട. ഇവിടെ നിന്നോളാം. സാർ, എല്ലാം തകർന്നു. ഇപ്പൊ പെരേര വരും. എല്ലാം പൊളിയും. രണ്ടും കൽപ്പിച്ച് നമുക്കൊരു കാര്യം ചെയ്യാം. മുറ്റത്ത് കാർ കിടപ്പുണ്ടല്ലോ. ഈ ബ്രീഫ് കേസുമായി കാറിൽ കയറി രക്ഷപ്പെടാൻ നോക്കാം. അതിന് CID വെളിയിൽ നിൽക്കല്ലേ? അതാ ഞാൻ പറഞ്ഞ രണ്ടും കൽപ്പിച്ചെന്ന്. ഫുൾ സ്പീഡിൽ കാറങ്ങ് ഓടിക്കുക. അല്ലാതെ ഇതുമായി ഇനി ഇവിടെ നിൽക്കുന്നത് വളരെ ആപത്താ. അത് ശരിയാ. ഇവിടെ നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ നേരെ സെന്റ് തോമസ് മൗണ്ടിലേക്ക് പോകാം. ആളൊഴിഞ്ഞ സ്ഥലമാണല്ലോ. പെരേരയോട് അവിടെ എത്താൻ പറയാം. ഭാഗ്യമുണ്ടെങ്കിൽ പെട്ടി നമുക്ക് കൈവറാൻ പറ്റുമോ? ഓക്കെ സാർ. ഇയാൾ ഇതിനകത്തുണ്ടായിരുന്നോ? പിന്നെന്താ വിളിച്ചിട്ട് നിൽക്കാത്ത? ചിലപ്പോ തല്ലുമെന്ന് ഭയന്നായിരിക്കും.
ഹലോ മിസ്റ്റർ പെരേര, ഹൗ ആർ യു? ഹലോ മിസ്റ്റർ നമ്പ്യാർ. മുതലാളി, ഓ മൈ ഗോഡ്, സിഐഡി എസ്കേപ്പ്. മുതലാളി ഒന്നവിടെ പൈസ വിട്ടു. മുതലാളി ഫുൾ സ്പീഡ്. ഞങ്ങളുടെ ജോലിക്കാർ മുതലാളി ഒന്നവിടെ, ഞങ്ങളുടെ ജോലിക്കാർ. ഒരിടത്തും രക്ഷയില്ല. നമ്മുടെ എല്ലാ നീക്കങ്ങളും വാച്ച് ചെയ്യപ്പെടുകയാണ്. കാർ തടയാൻ ഇതിനകം വയർലെസ് സന്ദേശം കൈമാറിയിട്ടുണ്ടാവും. കാർ മാറുന്ന ബുദ്ധി. പക്ഷെ പെട്ടിയുമായി ഇനി വീട്ടിലേക്ക് പോകുന്ന അപകടമാണ് സാർ. ഇവിടെ അടുത്ത് കുറെ കാലമായി പൂട്ടിക്കിടക്കുന്ന ഒരു മില്ലുണ്ട്, വെങ്കടേശ്വര മിൽ. പെട്ടി അവിടെ എവിടെയെങ്കിലും സുരക്ഷിതമായി ഞങ്ങൾ ഒളിപ്പിച്ചോളാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ CID-കളെ ജീവനോടെ വെച്ചോണ്ടിരുന്ന നമുക്കിനി രക്ഷയില്ല. നമ്മുടെ എല്ലാ പദ്ധതികളും അവർ തകർക്കുകയാണ്. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, ബോംബെയിൽ നിന്നും പവനായി വരുത്തുക. ഭവനായി? അതെ, സമർത്ഥനായ പ്രൊഫഷണൽ കില്ലർ. കാശ് കൊടുത്താൽ രണ്ടെണ്ണത്തിനെയും പുഷ്പം പോലെ പവനായി തട്ടും. ഒരു തെളിവും കാണില്ല. സാറിനോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് നമുക്ക് അയാളെ വരുത്തണം. പവനായി വന്നേ പറ്റൂ. ഹലോ മിസ്റ്റർ പവനായി. വെരി നൈസ് ടു മീറ്റ് യു. താങ്ക് യു. ഞാൻ താങ്കളെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. മുതിരരാജ ചെട്ടിയാർ താങ്കളുടെ സുഹൃത്താണല്ലേ? സുഹൃത്ത് മാത്രമല്ല, പല ബിസിനസ്സിലും അദ്ദേഹമായിരുന്നു എന്റെ ഉപദേശം. ഇരിക്കൂ. താങ്ക് യു. മുതിര അടുത്തെങ്ങനെ കണ്ടിരുന്നോ? കണ്ടു. കഴിഞ്ഞ ആഴ്ച ഒരു കൊല നടത്താൻ വേണ്ടി എനിക്ക് ബെയ്റൂട്ട് വരെ പോകേണ്ടി വന്നു. ആ ഫ്ലൈറ്റിൽ ചെട്ടിയാരും ഉണ്ടായിരുന്നു. കേരളത്തിൽ മിസ്റ്റർ പവനായുടെ സ്ഥലം ഏതാണ്? വടക്ക കാഞ്ഞങ്ങാടിനടുത്ത് രാവണീശ്വരം എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം. ചെറുപ്പത്തിലെ നാട് കടന്ന് ബോംബെയിലെത്തി. കാഞ്ഞങ്ങാടുകാരന് പവനായി എന്നെങ്ങനെ പേര് വന്നു? ശരിക്കുള്ള പേര് PV നാരായണൻ എന്നാണ്. പക്ഷെ ഒരു കൊലപാതകയ്ക്ക് നാരായണൻ എന്ന് പേരിട്ടാൽ ഒരു വെയിറ്റ് കിട്ടുകയില്ല. അതുകൊണ്ട് PV നാരായണന് ചില പരിഷ്കാരങ്ങൾ വരുത്തി പവനായി എന്നാക്കി. പവനായി എന്ന പേര് കേട്ടാലേ ആളുകൾ ഇന്ന് ഞെട്ടി വിറയ്ക്കുകയാണ്. വെറും ആളുകളല്ല, പോലീസിനും പട്ടാളത്തിനും ഞാനെന്നൊരു പേടി സ്വപ്നമാണ്. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം, 2 ദിവസത്തിൽ കൂടുതൽ എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. ഈ 20th ഹരിയാനയിൽ ഞാനൊരു മർഡർ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഉടൻ ശത്രുക്കളെ കാണിച്ചു തരിക. ഫോണിൽ പറഞ്ഞ തുകയും വാങ്ങിയിട്ട് എനിക്ക് തിരിച്ചു പോകണം. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമാണ് ഈ കൊല എന്നെനിക്ക് തോന്നുന്നില്ല. അവർ CID-കളാണ്, അതിശക്തന്മാരായ ബുദ്ധിമാന്മാരായ 2 CID-കൾ. നിങ്ങൾ ആളിനെ കാണിച്ചു തന്നാൽ മാത്രം മതി. യു സീ, ഐ ആം എ പ്രൊഫഷണൽ കില്ലർ. Look here. I have all sorts of lethal weapons. നമ്മുടെ നാടൻ മലപ്പുറം കത്തി മുതൽ അൾട്രാ മോഡേൺ മിഷൻ ഗൺ വരെ 5 കിലോമീറ്റർ ദൂരത്തേക്ക് സൂം ചെയ്ത് ഫയർ ചെയ്യാവുന്ന ടെലസ്കോപ്പിക്. ഇത് അമ്പും മില്ല്, ഗൂർഖ ഗറില്ലകൾ ഉപയോഗിക്കുന്നത്. പിന്നെ ബോംബ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ഉണ്ട്, ടൈം ബോംബ് സംവിധാനവുമുണ്ട്. ഏത് വേണമെന്ന് പറഞ്ഞേച്ചാൽ മതി. എന്ത് സംവിധാനമായാലും കൊള്ളാം, പെട്ടെന്ന് വേണം. CID-കളിൽ പ്രധാനി ഒരുത്തൻ കായകറികൾ വിൽക്കുന്ന വേഷത്തിലാണ് ഇപ്പൊ നടപ്പ്. വണ്ടി തള്ളിക്കൊണ്ട്. വെരി ഗുഡ്. അപ്പോ ആ കായ്കറി വണ്ടിയിൽ ഞാനൊരു ടൈം ബോംബ് വെച്ചേക്കാം. അതെങ്ങനെ? മാമ്പഴക്കൂട്ടത്തിൽ என்ன இந்த அட்ரஸ் எங்க இருக்கு கொஞ்சம் சொல்லுங்க. இதா இத நேர போயிட்டு அப்படியே லெஃப்ட் கட் பண்ணி எங்க இருக்கு நேரா போய் லெஃப்ட்ல கட் பண்ணுங்க. அங்க 4வது தெருவு, அங்க நேம் போர்டு பார்க்கலாம். ரொம்ப தேங்க்ஸ்.
ദാസാ ബാലേട്ട, അയ്യോ ബാലേട്ട, ഇത് എത്ര നാളായി കണ്ടിട്ട്. എന്തൊക്കെയാ ബാലേട്ട?